എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അയോധ്യയിൽ പ്രതിഷ്ഠാദിനം ജനുവരി 22 നടക്കുമ്പോൾ ഉച്ചയ്ക്ക് 12:20 ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും. മലയാളത്തിൻ്റെ വാനമ്പാടിയായ ചിത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് രസിക്കുന്നില്ല. എന്നാൽ ഹിന്ദുക്കൾ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളെക്കുറിച്ച് പറയുവാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. എന്നാൽ ഇതിനേക്കാൾ വളരെ മോശമായ ഒരു മുദ്രാവാക്യം കേരളത്തിൽ മുഴങ്ങിയ ഒരു സമയമുണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്ക് പ്രതികരിക്കാമായിരുന്നു. ആ മുദ്രാവാക്യം ഒന്ന് കേട്ടു നോക്കുക. ഇത്രയും പ്രകോപനപരമായ ഒരു മുദ്രാവാക്യം കേരളത്തിൽ മുഴങ്ങിക്കേട്ടപ്പോൾ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും നേതാക്കൾ ഉണ്ട വിഴുങ്ങി ഇരുന്ന ശേഷം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ക്ഷണം വന്നപ്പോൾ അത് മതേതരത്വത്തിന് വിരുദ്ധമാണെന്ന പ്രസ്താവന ഇറക്കി. ഓരോ ഭാരതീയൻ്റെയും അഭിമാന നിമിഷമാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. അനേക ആയിരങ്ങളുടെ ജീവൻ കൊടുത്തു നേടിയതാണ് ഈ നിമിഷമെന്ന കാര്യം ഈ പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ അറിയില്ലല്ലോ. ഒരു നീചനായ ഭരണാധികാരിയുടെ പ്രായപൂർത്തിയെത്താത്ത ലൈംഗിക അടിമയുടെ ഓർമ്മയ്ക്ക് നിർമ്മിച്ചിട്ടുള്ള ബാബർ മസ്ജിദ് എന്ന സ്മാരകം ഓരോ ഭാരതീയനും മാനഹാനി ഉണ്ടാക്കുന്നതാണ്. അത് നീക്കം ചെയ്ത് അവിടെ ഒരു രാമക്ഷേത്രം പണിയുന്ന കാലത്തെ ഭാരതീയന് അഭിമാനത്തോടുകൂടി നിൽക്കുവാൻ കഴിയൂ എന്ന ബോധം ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ ഇല്ലാത്തത് അവരുടെ ചരിത്രബോധമില്ലായ്മ കൊണ്ട് മാത്രമാണ്. കോൺഗ്രസിൻ്റെ ഒരു നേതാവുണ്ട്, കപിൽ സിബൽ. രാമക്ഷേത്രത്തിൻ്റെ പണി ആരംഭിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ക്ഷണക്കത്ത് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലാണ് രാമൻ വസിക്കുന്നത്, അതിനാൽ ഞാൻ പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഓന്തിൻ്റെ പോലെ നിറം മാറുന്ന കോൺഗ്രസ്സുകാർക്ക് ഉത്തമ ഉദാഹരണമാണ് കപിൽ സിബൽ എന്ന ഈ ജന്തു. നെഹ്റുവിൻ്റെ കാലം മുതൽക്ക് തന്നെ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന കോൺഗ്രസ്സുകാർ ഇന്നും അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നു. സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ച നെഹ്റുവിൻ്റെ അനുയായികൾ ഇന്ന് രാമക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ ചടങ്ങിനും അതേ നിലപാട് സ്വീകരിച്ച് പാരമ്പര്യം നിലനിർത്തുവാൻ ശ്രമിക്കുന്നു. ഇതിൽ നിന്ന് ഒട്ടും തന്നെ വ്യത്യസ്തമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും തലമൂത്ത നേതാവായിരുന്ന EMS ഒരിക്കൽ ഇറക്കിയ പത്രപ്രസ്താവനയാണ്. അതിൽ പറയുന്നത്, തർക്കമന്ദിരം നിൽക്കുന്നിടത്ത് രാമക്ഷേത്രം പണിത് തർക്കം ഒഴിവാക്കാനാണ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി കേരളത്തിലെ 2 സാമുദായിക സംഘടനകളുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് കേൾക്കുക. പ്രതിഷ്ഠ നടക്കുന്ന സമയം അത് ഒരു ഹിന്ദു വികാരമാണ്. ഇന്നിപ്പോ അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം രാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്ക് ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി 2.5 ഏക്കർ ചോദിച്ചെങ്കിൽ 5 ഏക്കർ കൊടുത്ത് ഒരു സമവായത്തിലൂടെ ഒരു ജഡ്ജിമെന്റ് ഇന്ത്യയിലുണ്ടായി. അതിൽ നമ്മൾ മതവിദ്വേഷത്തിന് കാണുന്നു. അത് മതവിദ്വേഷം കുത്തിയിണക്കി നമ്മൾ തമ്മിൽ തല്ലിപ്പിക്കുന്ന ശക്തികൾ ആര്, എന്തിനു വേണ്ടി? പിന്നെ രാഷ്ട്രീയ തീരുമാനങ്ങൾ വോട്ടിന് വേണ്ടിയാണ്. അയോധ്യയിൽ ഒരു പ്രാണപ്രതിഷ്ഠ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി കേരളത്തിൽ നിന്ന് പോയ പ്രമുഖ ഓട്ടക്കാരി PT ഉഷയാണ്. ഉഷ ഏതൊക്കെ ശ്രീരാമനെ കുറിച്ചാണ് വായിച്ചിട്ടുള്ളത്, ഏതൊക്കെ തുഞ്ചത്തെഴുത്തച്ഛന്മാരുടെ അധ്യാത്മരാമായണങ്ങളാണ് വായിച്ചിട്ടുള്ളത് എന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൽപ്പന ചരക്ക് വെച്ച ഉടനെ തന്നെ വിറ്റുപോകുന്നത് ശ്രീരാമൻ്റെ പേരാണ്. രാമൻ്റെ പേര് പറഞ്ഞാൽ കുത്തിക്കൊല്ലുന്ന കാലമാണ് വരുന്നതെന്ന് T പത്മനാഭൻ എന്ന കൂലി എഴുത്തുകാരൻ്റെ അഭിപ്രായം. PT ഉഷയെ പോലുള്ള കായിക താരത്തെ വിമർശിക്കുവാനുള്ള യോഗ്യത എന്താണെന്ന് കൂടി ഒന്ന് സ്വയം വിലയിരുത്തുന്നത് നന്നായിരിക്കും. 4, 3, 7 പേർ അറിയുന്ന ഒരു കൂലി എഴുത്തുകാരൻ ഇത്രയും നിഗളിക്കേണ്ട ആവശ്യമില്ല. T പത്മനാഭനെ ആകെ അറിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറേ നേതാക്കന്മാർ മാത്രമായിരിക്കും. അതിലെ കുറച്ച് അണികളും അറിഞ്ഞേക്കാം. എന്നാൽ PT ഉഷയെ ഭാരതത്തിലെ എല്ലാവരും അറിയുമെന്ന കാര്യമെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കൊള്ളാം.
രാമൻ്റെ പേര് പറഞ്ഞ് ആരും കുത്തിക്കൊന്നിട്ടില്ല. എന്നാൽ രാമൻ്റെ പേര് ഉച്ചരിച്ചവരെ നിങ്ങളാണ് കുത്തിക്കൊന്നിട്ടുള്ളതെന്ന കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾ കുത്തിക്കൊന്നവരുടെ കണക്ക് ഒന്ന് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് ടി പത്മനാഭൻ ഒന്ന് മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഈ കൂലി എഴുത്ത് നിർത്തി ഒരു രാമായണം വാങ്ങിച്ച് ആ രാമൻ എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക. രാമൻ ഭാരതീയരുടെ ഹൃദയത്തിൽ വാഴുന്ന ദേവനാണെന്ന് മനസ്സിലാക്കുവാനുള്ള ബോധം പോലുമില്ലാത്ത ഈ കൂലി എഴുത്തുകാരനെ കമ്മ്യൂണിസ്റ്റുകാർ തലയിലേറ്റി നടക്കുന്നതിൻ്റെ നെകിളിപ്പാണ് ഈ കാണിക്കുന്നത്. അയോധ്യ തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി മുസ്ലിമുകൾക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് പള്ളിയുടെ നിർമ്മാണം നടന്ന് അതിൻ്റെ ചടങ്ങുകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കും. അപ്പോൾ നിങ്ങൾ മതേതരത്വം നിലനിൽക്കുവാൻ ആ ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാണമില്ലാതെ ആ ചടങ്ങിൽ പങ്കെടുക്കും. അതാണ് നിങ്ങളുടെ മതേതരത്വം. കലാ സാംസ്കാരിക രംഗത്തുള്ള എല്ലാ പ്രമുഖ വ്യക്തികളും അക്ഷതം സ്വീകരിക്കുകയും 2024 ജനുവരി 22 അഭിമാനത്തിൻ്റെ നിമിഷമാണെന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും കണ്ടിട്ടില്ല. അവർ പറയുന്നതാണ് യഥാർത്ഥ മതേതരത്വം. അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചു കൊള്ളണം. അതാണ് അവരുടെ നിലപാട്. ഭൂയോ ഭൂയോ നമാമ്യഹം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ളൊരു ഭാഗ്യം, പുണ്യദിനം, ധന്യനിമിഷം. ശ്രീരാമസ്വാമിയുടെ സന്നിധിയിലെ അക്ഷതം ഏറ്റുവാങ്ങുവാനുള്ള, സ്വീകരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമായി കരുതുകയാണ്. ഈ ഒരു സന്തോഷം ഏവരുമായി പങ്കുവയ്ക്കുകയാണ്. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗവൺമെൻറ്റുകൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ സമയം അവധി പ്രഖ്യാപിച്ചു. എന്നാൽ കേരളത്തിൽ മാത്രം മതേതരത്വം തകർന്നു വീഴുന്നതുകൊണ്ട് അവധി അനുവദിക്കുവാൻ സാധ്യമല്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഇനി പള്ളി പണിത് അതിന് ക്ഷണിക്കുമ്പോൾ അന്ന് അവധി പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ട്. അത് മതേതരത്വത്തിൻ്റെ ഭാഗമാണ്. ഭാരതീയൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ശ്രീരാമദേവൻ്റെ ജന്മഭൂമിയായ അയോധ്യയിൽ ബാബർ എന്ന നീചനായ ഭരണാധികാരി തൻ്റെ പ്രായപൂർത്തിയെത്താത്ത ലൈംഗിക അടിമയ്ക്ക് വേണ്ടി സ്മാരകം നിർമ്മിക്കുകയും ആ സ്മാരകം ചരിത്രത്തിൻ്റെ ഭാഗമാണെന്നും അത് പൊളിക്കുവാൻ പാടില്ല എന്ന ഒരു ബോധം ഭാരതീയ ജനതയിൽ സൃഷ്ടിക്കുകയും ബാബർ മസ്ജിദ് പൊളിച്ചു നീക്കം ചെയ്ത് അവിടെ വിശാലമായ ഒരു രാമക്ഷേത്രം നിർമ്മിച്ചാൽ മാത്രമേ ഭാരതീയർക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയൂവെന്ന ബോധം സൃഷ്ടിക്കുന്നതിന് ശ്രമിച്ചവരെല്ലാവരെയും മോശക്കാരായി ഇവർ ചിത്രീകരിച്ചു. ഇതിനു വേണ്ടി കോൺഗ്രസ് ഭരണാധികാരികൾ നല്ലവണ്ണം പണിപ്പെട്ട് ചരിത്രത്തിൽ വരെ തിരുത്തലുകൾ വരുത്തി. പിന്നീട് അതിനെ പിന്താങ്ങിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും രംഗത്ത് വരികയുണ്ടായി.